വോട്ടർമാരോട് തന്നെ അഭിപ്രായം രേഖപ്പെടുത്താം. സാധാരണ ഉള്ളതിനേക്കാൾ വലിയ വീറും വാശിയും ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും. അപ്പോൾ അത് പോളിംഗിലും പ്രതിഫലിക്കുമെന്നാണ് ഉറപ്പാണ്. ഇപ്പോൾ ചേട്ടനൊക്കെ സാധാരണ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ ഇങ്ങനെ ഇത്ര രാവിലെ വരാറുണ്ടോ? അതോ ഞാൻ സാധാരണ രാവിലെയാണ് വോട്ട് ചെയ്തിട്ട് പോകാറുള്ളത്. സാധാരണ രീതിയിൽ എല്ലായ്പ്പോഴും അല്ല, പലപ്പോഴും ഞാൻ ഏറ്റവും നേരത്തെ വോട്ട് ചെയ്യുന്ന ആളാണ്. ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് നിരവധി വിവാദങ്ങളൊക്കെ വന്നു, പലതരത്തിലുള്ള കാര്യങ്ങൾ ചർച്ചകളുണ്ടായി, മാധ്യമങ്ങളുടെ ശ്രദ്ധ പാലക്കാട് വന്നു. ഈ വിവാദങ്ങളായിരിക്കുമോ വികസനമായിരിക്കുമോ ചർച്ച ചെയ്യും? ആ വിവാദങ്ങളെക്കുറിച്ചൊന്നും ആളുകൾക്ക് വോട്ടർമാരിൽ സ്വാധീനം ചെലുത്താൻ കഴിച്ചില്ല. വികസനത്തിൻ്റെ കാര്യത്തിൽ ജനങ്ങൾ വോട്ടർമാർ വിലയിരുത്തും. ഈ പാലക്കാടിൻ്റെ ഒരു വികസന മുരടിപ്പ് ചർച്ചയാവും. പാലക്കാടിൻ്റെ മുരടിപ്പ് വികസന ചർച്ചയാവാൻ സാധ്യതയുണ്ട്. കാവ്യ, വോട്ടർമാരെ നമ്മൾ രാവിലെ തന്നെ രണ്ട് തരത്തിലുള്ള വോട്ടർമാരുടെ അഭിപ്രായം നമ്മൾ തിരഞ്ഞു. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏത് തരത്തിലുള്ള ചർച്ചകൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ ചർച്ചകൾ ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം ആരോപണങ്ങൾ പ്രത്യാരോപണങ്ങൾ പരസ്പരം ഉണ്ടാകാറുണ്ട്. അപ്പോൾ വോട്ടർമാരുടെ ഒരു പാലക്കാടിൻ്റെ ഒരു സാധാരണ വോട്ടർമാരുടെ ഒരു പൊതു മനസ്സ് എന്തായിരിക്കുമെന്ന ഉത്തരമാണ് നമ്മൾ രണ്ട് വോട്ടർമാരോട് രാവിലെ രണ്ടിലധികം വോട്ടർമാരോട് ചോദിച്ചു. അപ്പോൾ സ്ത്രീ വോട്ടർമാർ ഇതേ അഭിപ്രായം പറഞ്ഞു. ഇപ്പോൾ നമ്മൾ മറ്റൊരാളോടാണ് ഇതേ അഭിപ്രായം ചോദിച്ചത്. അപ്പോൾ അവർ പറഞ്ഞത് പാലക്കാട് ജനങ്ങൾ ചർച്ച ചെയ്യുക വലിയ വിവാദങ്ങളോ ബഹളങ്ങളോ ഒന്നും ആയിരിക്കില്ല, ജനങ്ങൾ ചർച്ച ചെയ്യുക വികസനമാണ് എന്ന കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നീണ്ട നിര സ്കൂളിൻ്റെ പുറത്തേക്ക് ഗേറ്റിൻ്റെ അവിടം വരെ നിര വന്നു കഴിഞ്ഞു. രാവിലെ തന്നെ ശക്തമായ പോളിംഗിലേക്ക് പാലക്കാട് പോകുന്നുവെന്ന് തന്നെയാണ് സൂചന. കാരണം രാഷ്ട്രീയ പാർട്ടികളും പോളിംഗ് ശതമാനം വർദ്ധിക്കും എന്ന സൂചന അവർക്കുമുണ്ട്. കാരണം പോളിംഗിൻ്റെ പാലക്കാടിൻ്റെ ഒരു വീറും വാശിയും, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആദ്യത്തെ ഘട്ടം കഴിഞ്ഞ് വയനാടും ചേലക്കരയും കഴിഞ്ഞപ്പോൾ മുഴുവൻ അറ്റൻഷനും മാധ്യമങ്ങളുടെ അറ്റൻഷൻ, സോഷ്യൽ മീഡിയയുടെ മുഴുവൻ ശ്രദ്ധാകേന്ദ്രം, ഒപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാം ശ്രദ്ധാകേന്ദ്രമായി പാലക്കാട് മാറി. രാഷ്ട്രീയ കേരളത്തിൻ്റെ തലസ്ഥാനമായി കഴിഞ്ഞ അവസാനത്തെ ഒരാഴ്ച പാലക്കാട് മാറുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വീറും വാശിയുമൊക്കെ തന്നെ വോട്ടർമാരുടെ ഇടയിൽ ഉണ്ടാകും. തെരഞ്ഞെടുപ്പ് കമ്മീഷനും വോട്ടർമാരെല്ലാവരും വോട്ട് രേഖപ്പെടുത്തണം, എല്ലാവിധ സംവിധാനങ്ങളും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോ ബൂത്തിലും സുരക്ഷാ സംവിധാനങ്ങൾ, പ്രശ്നബാധിത ബൂത്തുകളായിട്ടുള്ളത് ആകെ 7 ബൂത്തുകളാണ്. അവിടെ പ്രത്യേക പോലീസ് വിഭാഗത്തെ നിയോഗിച്ചിട്ടുണ്ട്. എല്ലാ ബൂത്തുകളിലും സുരക്ഷാ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. രാവിലെ തന്നെ മോക്ക് പോളിംഗ് ആരംഭിച്ചതാണ്. വോട്ടർമാരുടെ നീണ്ട നിര ഇപ്പോൾ തന്നെ ദൃശ്യമാണ്.